ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ധന്യ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും ഒരു പാൽക്കപ്പ റെസിപ്പി ഉണ്ടാക്കിയാലോ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിനായിട്ട് ആദ്യം ഞാനിവിടെ കപ്പ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വലുതും ആവാൻ പാടില്ല, ഒരുപാട് ചെറുതും ആവാൻ പാടില്ല. ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഈ കപ്പ വേവിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവണ വരെ ഈ കപ്പ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത കപ്പയിലെ കംപ്ലീറ്റ് വെള്ളവും മാറ്റി നമ്മളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാന് വെച്ചു. പാന് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമ്മൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ 3 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തു. ഒരു പീസ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ 4 ചെറിയുള്ളിയും കൂടെ ചതച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച കപ്പയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വതക്കി കൊടുക്കണം. ഈ പാൽക്കപ്പ റെസിപ്പി നമ്മൾ തേങ്ങാപ്പാലാണ് ചെയ്യുന്നത്. അപ്പോൾ 2ാം പാലും എടുത്ത് വെക്കണം, നമ്മൾ 1ാം പാലും എടുത്ത് വെക്കണം. ഈ ടൈമിൽ നമുക്ക് ആദ്യം 2ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2ാം പാലിൽ കിടന്നിട്ട് ഈ കപ്പ നന്നായിട്ട് വെന്ത് വരണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കപ്പ വേവണ സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. ഈ ടൈമിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ 2ാം പാലിൽ കിടന്നിട്ട് ഈ കപ്പ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കണം 1ാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം വേവിക്കാൻ പാടില്ല, പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു ചെറിയൊരു തിള വന്ന ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ പാൽക്കപ്പ റെസിപ്പി റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് മീൻകറിൻ്റെ കൂടെയൊക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു പുതിയൊരു ഐറ്റമായിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.